ബാംഗ്ലൂർ നഗരത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും ശേഷാദ്രിപുരം ഏരിയ കുറെ കൂടി ചെലവ് ചുരുങ്ങിയ ഒരു ലൊക്കാലിറ്റിയായി അറിയപ്പെടുന്നു. ഇവിടെ താമസിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ചെലവ് കുറവാണ്. മന്ത്രി സ്ക്വയർ മെട്രോ സ്റ്റേഷൻ വഴിയാണ് ശേഷാദ്രിപുരത്ത് എത്തിച്ചേരുക. സെക്കൻഡ് മെയിൻ റോഡിൽ സായി PG എന്ന പേരിൽ ഒരു മെൻസ് ഹോസ്റ്റൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മാസം 7,800 രൂപ കൊടുത്താൽ ഷെയർഡ് അക്കോമഡേഷൻ ലഭിക്കും. 2 നേരം ഭക്ഷണം സൗജന്യമാണ്. അതുപോലെ ലിംഗയ്യ റോഡിൽ ഇവർക്കൊരു ബ്രാഞ്ചുമുണ്ട്. അവിടെ മാസം 6,000 രൂപ കൊടുത്താൽ ഷെയർഡ് അക്കോമഡേഷൻ ലഭിക്കും. ശേഷാദ്രിപുരം ഫേമസ് ആവാൻ കാരണം ഇവിടെ മന്ത്രി സ്ക്വയർ മാൾ എന്ന പേരിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊന്നാണ് മന്ത്രി സ്ക്വയർ സംബിക റോഡ്. 9,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെയുണ്ട്. രാവിലെ 10 മണിക്ക് തുറക്കുകയും രാത്രി 11:30 അടക്കുകയും ചെയ്യുന്നു. കൂടുതലായി ഫാമിലീസാണ് ഇവിടെ വരുന്നത്. കുട്ടികളെയും കൊണ്ട് സന്ദർശിക്കുവാൻ പറ്റിയ സ്ഥലമായി മന്ത്രി മാൾ അറിയപ്പെടുന്നു. ബസ് റൈഡുകൾ ഇവിടെയുണ്ട്. അതുപോലെ വിശാലമായ ഹാളിൽ കുട്ടികൾക്ക് ഓടിക്കളിക്കുവാനുള്ള സൗകര്യവുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സംഗീത പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. വിജയ കർണാടക പോലെയുള്ള ന്യൂസ് പേപ്പേഴ്സാണ് പരസ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കുന്നത്. സെലിബ്രിറ്റീസിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കുവാൻ മാളിൽ വരുന്ന സന്ദർശകർ താല്പര്യം കാണിക്കുന്നു. സ്വന്തമായി റെയിൽവേ സ്റ്റേഷനുള്ള ഒരു സൂപ്പർ മാർക്കറ്റായി മന്ത്രി സ്ക്വയർ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഈ പരീക്ഷണം നടത്തിയത് ഇവിടെയാണ്. പിന്നീട് ബാംഗ്ലൂരിൽ നാഗസന്ദ്രയിലും ഐക്കിയ സൂപ്പർ മാർക്കറ്റിന് ഇത്തരം സൗകര്യം അനുവദിച്ചു. കേരളത്തിലാണെങ്കിൽ മുതലാളിമാർ കൊള്ളലാഭമുണ്ടാക്കുമോ എന്ന് ഭയപ്പെട്ട് സ്വന്തമായി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി കൊടുക്കുവാൻ നാട്ടുകാർ സമ്മതിക്കുകയില്ല. എന്നാൽ ഇത്തരം സൗകര്യങ്ങളുടെ പ്രയോജനം നാട്ടുകാർക്ക് തന്നെയാണെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. എങ്കിലും സൂപ്പർ മാർക്കറ്റ് വന്ന ശേഷം ശേഷാദ്രിപുരം ജംഗ്ഷനിൽ വലിയ തിരക്കുണ്ട്. റോഡ് മുറിച്ചു കൊടുക്കാൻ വലിയ പ്രയാസമാണ്. പ്രത്യേകമായ മേൽപ്പാലം ഉണ്ടാക്കിയിട്ടുമില്ല. വിദ്യാഭ്യാസപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ശേഷാദ്രിപുരം ലൊക്കാലിറ്റി. ബാംഗ്ലൂരിലെ ഏറ്റവും പഴയ കോളേജുകളിലൊന്നായ ശേഷാദ്രിപുരം ഡിഗ്രി കോളേജ് ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. BB ഗിരി കോളനിയിലാണ് ഈ കോളേജിൻ്റെ സ്ഥാനം. 51 വർഷം പഴക്കമുണ്ട് ഈ കോളേജിന്. MCA, MCOM, MFA, MBA തുടങ്ങിയ കോഴ്സുകൾ ഇവിടെ ഓഫർ ചെയ്യുന്നു. അതുപോലെ BCom, BBA, BCA തുടങ്ങിയ കോഴ്സുകളുമുണ്ട്. അതിനു പുറമെ അടുത്ത് തന്നെ ശേഷാദ്രിപുരം കോമ്പോസിറ്റ് PU കോളേജ് എന്ന പേരിൽ ഒരു ഗവൺമെൻറ് കോളേജുമുണ്ട്. കുമാര പാർക്ക് വെസ്റ്റിലാണ് ഈ ഗവൺമെൻറ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ശേഷാദ്രിപുരം ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ലൊക്കാലിറ്റിയായും ചെറിയ മട്ടത്തിൽ ഒരു കൊമേഴ്സ്യൽ ലൊക്കാലിറ്റിയായും അറിയപ്പെടുന്നു. മല്ലേശ്വരത്തോടുള്ള അടുപ്പമാണ് ശേഷാദ്രിപുരത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചത്. ഇവിടെ നിന്ന് മെജസ്റ്റിക്കിലേക്ക് 1 കിലോമീറ്ററും ലുലു മാളിലേക്ക് 2 കിലോമീറ്ററും ദൂരമുണ്ട്. മൈസൂരിലെ ദിവാനായിരുന്ന K. ശേഷാദ്രി അയ്യരുടെ പേരിലാണ് ഈ ലേഔട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പടിഞ്ഞാറ് ഭാഗത്ത് രാജാജി നഗറും കിഴക്ക് ഭാഗത്ത് വസന്ത് നഗറുമാണ്. തെക്ക് ഭാഗത്ത് ഗാന്ധിനഗറും വടക്ക് ഭാഗത്ത് മല്ലേശ്വരവുമാണ്. ശേഷാദ്രിപുരം കോളേജിനടുത്ത് നെഹ്റു പാർക്ക് അറിയപ്പെടുന്ന ഒരു ഹാങ് ഔട്ടാണ്. ചെറിയ പാർക്കിൽ നെഹ്റുവിൻ്റെ പ്രതിമയും വലിയ പാർക്കിൽ വിശാലമായ പെരിമീറ്റർ ട്രാക്കുമുണ്ട്. ഫാമിലിയായി സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് നെഹ്റു പാർക്ക്. വൈകുന്നേരമായി കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺസ് ഇവിടെ വന്നിരിക്കുകയും വ്യത്യസ്തമായ വിഷയങ്ങൾ സംസാരിച്ച് സമയം കളയുകയും ചെയ്യും. സ്ഥിരമായി വന്നിരിക്കുന്നവർ തമ്മിൽ അടുത്ത സൗഹാർദ്ദവും ഇവിടെ രൂപപ്പെടുന്നുണ്ട്. ശ്രീ സാഗർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പമ്പിച്ച് തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ജയ് ഭീമാനഗറിലെ ജംഗ്ഷനിലാണ് ശ്രീ സാഗർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. റോട്ടി കറിയും കുൽച്ച കറിയും പനീർ ഫ്രൈഡ് റൈസും ഇവിടെ ലഭിക്കും. ട്രാഫിക് വാച്ച് ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇവിടുത്തെ ന്യൂഡിൽസിന് നല്ല ടേസ്റ്റാണ്. ഒരു ബൗൾ നിറയെ ന്യൂഡിൽസിന് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വൈകുന്നേരം അത് കഴിച്ചാൽ പിന്നെ ഡിന്നർ കഴിക്കേണ്ടി വരികയില്ല. ഇവിടെ മികച്ച ക്വാളിറ്റിയുള്ള ചായയും കോഫിയും കൊടുക്കുന്നു. പ്രത്യേകമായൊരു കൗണ്ടറിലാണ് ചായയും കോഫിയും കൊടുക്കുന്നത്. ഈ കൗണ്ടറിലാണ് കൂടുതൽ റഷും പോപ്പുലാരിറ്റിയും കാണുന്നത്. അതുപോലെ ചിക്കണ്ണ ടിഫിൻ ഹൗസ് കുമാര പാർക്ക് വെസ്റ്റ് പ്രദേശത്താണ്. സെൽഫ് സർവീസുള്ള ഈ കോഫി ഷോപ്പിൽ നല്ല മസാല ദോശയും റൈസ് ബാത്തും ഇഡ്ഡലിയും കിട്ടും. ഇവിടുത്തെ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുമാരകൃപ ഗസ്റ്റ് ഹൗസ് എന്ന പേരിൽ കർണാടക സർക്കാർ ഇവിടെ ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഇവിടെ അക്കോമഡേഷൻ കൊടുക്കുന്നത്. അതുപോലെ ശ്രീ ഗോവർദ്ധനനാഥ് ഹവേലി എന്ന പേരിൽ ഒരു ക്ഷേത്രവും ഇവിടെയുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. ഭക്തന്മാർക്ക് മധുരപലഹാര വിതരണവും ഇവിടെയുണ്ട്. അതുപോലെ റെയിൻ ട്രീ എന്ന പേരിൽ മനോഹരമായ ഒരു വസ്ത്രവ്യാപാര കേന്ദ്രവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വിശാലമായ ഒരു കോമ്പൗണ്ടിൽ ഒരു ബംഗ്ലാവിലാണ് ഈ കട തുറന്നിട്ടുള്ളത്. സ്വന്തമായി ഒരു കോഫി ഷോപ്പുമുണ്ട്. അതുപോലെ അപ്പോളോ ഹോസ്പിറ്റൽ പോലെയുള്ള ആതുര സേവന കേന്ദ്രങ്ങളും ശേഷാദ്രിപുരത്തുണ്ട്. ആയുര ബുട്ടിക് ഹോട്ടൽ 3500 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. കമ്പനി എക്സിക്യൂട്ടീവ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ഹോട്ടലാണ് ആയിറ ബുട്ടീക്ക് ഹോട്ടൽ. അതുപോലെ ലളിത് അശോക് പോലെയുള്ള കുറെ കൂടി വലിയ ഹോട്ടലുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ശിവ ഇൻ്റർനാഷണൽ എന്ന കുറെ കൂടി ചെലവ് ചുരുങ്ങിയ ഹോട്ടൽ 800 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. നെഹ്റു സ്പോർട്സ് ക്ലബ് മെമ്പർമാർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ജിംനേഷ്യമാണ്. ചെറിയ കുട്ടികൾക്ക് ഡാൻസ് കോച്ചിങ്ങും ഇവിടെ കൊടുക്കുന്നുണ്ട്. കാർപ്പറ്റുകൾ തൂക്കി വിൽക്കുന്ന ഒരു കട ഇവിടെ കാണുവാൻ പറ്റും. ഡോർമാറ്റുകളും ഫ്രിഡ്ജ് മാറ്റുകളും കാർ മാറ്റുകളും യോഗ മാറ്റുകളും വളരെ വിലക്കുറവിൽ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒരു 1/4 കിലോ വാങ്ങിയാൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാം നമുക്ക് കൊണ്ടുപോകുവാൻ പറ്റും. കർണാടക ചിത്രകലാ പരിഷത്ത് ഇവിടെ ഒരു കൾച്ചറൽ ക്യാമ്പസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വിഷ്വൽ ആർട്സ് എക്സിബിഷനും ക്രാഫ്റ്റ്സ് എക്സിബിഷനും എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസും ഇവിടെ നടത്താറുണ്ട്. ട്രിനിറ്റി ഹോസ്പിറ്റലിനടുത്ത് കർണാടക ബിരിയാണി പോയിന്റ് എന്ന ചെറിയ റെസ്റ്റോറൻറ്റുമുണ്ട്. കുട്ടികൾക്ക് കളിക്കുവാനുള്ള സൗകര്യം ശേഷാദ്രിപുരത്ത് ധാരാളമുണ്ട്. ക്രിക്കറ്റ് കളിക്കാനായാലും സൈക്കിൾ ഓടിക്കുവാനായാലും വിശാലമായ കളിസ്ഥലങ്ങൾ ശേഷാദ്രിപുരത്ത് കാണുവാൻ പറ്റും.